നമസ്കാരം. ഞാൻ മണിമംഗലം തിരുമേനി. 2025 കാർത്തിക നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ് ഞാനിവിടെ പറയുന്നത്. 2025 കാർത്തിക നക്ഷത്രക്കാർക്ക് മികവുറ്റ ഒരു വർഷം തന്നെയായിരിക്കും. ഈശ്വരാധീനം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആ ഈശ്വരാധീനം നിലനിൽക്കുന്നതിന് വേണ്ടി നിങ്ങൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയും പാൽപ്പായസവും മാസത്തിലൊരിക്കൽ കൊടുക്കുന്നത് വളരെ ഉത്തമമാണ്. ധനപരമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേട്ടം ഉണ്ടാവുന്ന വർഷമാണ്. ആരോഗ്യപരമായിട്ട് മെച്ചമായിരിക്കും. എന്നാൽ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന അപകടങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. എന്തിലാണോ നമുക്ക് ആവശ്യം ആ കാര്യങ്ങളിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കുടുംബം വളരെ നല്ല രീതിക്ക് മുന്നോട്ട് പോകും. കുടുംബ ജീവിതവും അതിലുണ്ടാകുന്ന സന്തോഷങ്ങളും മൂലം നിങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി വരും. ധനപരമായിട്ട് നല്ല ഒരു നേട്ടം തന്നെ 2025 ഉണ്ടാകും. മാനസികമായിട്ട് പിരിമുറുക്കം ഉണ്ടാവുന്ന ഒരു വർഷമായിരിക്കും. നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ മൂലം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ടി വരും. പലരെയും സംശയിക്കേണ്ടി വരും. ആ സംശയങ്ങളൊക്കെ നമുക്ക് പ്രശ്നങ്ങളായി തീരുന്ന ഒരു വർഷമാണ് 2025. അതുപോലെ നല്ല വാഹനയോഗം ഉള്ള ഒരു വർഷമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വണ്ടിയൊക്കെ നമുക്ക് വാങ്ങിക്കാം. അപ്പം വണ്ടി വാങ്ങിക്കാൻ ഇപ്പോൾ EMI ലോണ് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് അതിന് ധനപരമായിട്ട് നേട്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിന് ഇറങ്ങി പുറപ്പെടാവൂ. മറ്റുള്ളവർ വാങ്ങിക്കുന്നത് കണ്ട് കാർത്തിക നക്ഷത്രക്കാർ ഈ വർഷം എടുത്തു ചാടരുത്. കാര്യം അത് നിങ്ങൾക്ക് നേട്ടത്തെക്കാൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കി തരും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാര്യം എടുത്തുചാട്ടം മൂലം നേരത്തെ നമുക്ക് വന്നു ചേരുമെന്ന് പറഞ്ഞ ധനം കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മനസ്സമാധാനം കുറയുന്ന വർഷമാണ്. എങ്ങനെ കുറയുന്നല്ലേ? നമ്മൾ സ്നേഹിക്കുന്നവരോ വിശ്വസിക്കുന്നവരോ ആയിട്ടുള്ളവരുമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വളർച്ചയിൽ അസൂയപ്പെട്ട് അല്ലെങ്കിൽ ആ കുറെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് തർക്കിക്കാൻ അല്ലെങ്കിൽ അത് മൂലം നമുക്ക് മനസ്സിന് പ്രശ്നം ഉണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും. അമ്മയുമായിട്ട് വഴക്കിനുള്ള സാധ്യത കാണുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് അമ്മയോട് നമ്മൾ ധിക്കാരങ്ങൾ പറയാണ്ടിരിക്കുക. അതുമൂലം ചിലപ്പം ശാപവാക്കുകൾ നമ്മളെ തേടി എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നമുക്ക് ധനം കൂടി വരുന്നത് കൊണ്ട് ബന്ധുജനങ്ങളിടയിൽ നിന്നും ശത്രുത വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമ്മുടെ നേട്ടം ഇഷ്ടമല്ലാണ്ട് നമ്മളെ കൂടെ നിന്ന് നമ്മളെ മുഖത്ത് നോക്കി നല്ലത് ചിരിച്ച് നല്ലത് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി ചിരിച്ച് അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയുന്ന ബന്ധുജനാദികൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞതുപോലെ 2025 കാർത്തിക നക്ഷത്രക്കാർക്ക് ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന ആ ഒരു ഈശ്വരാനുഗ്രഹം ഉള്ളത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടും ചിലർക്ക് നമ്മളെ വളർച്ച ഇഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നില്ല. അതുമൂലം നമുക്ക് ശത്രുതാപരമായിട്ടുള്ള വിളിദോഷങ്ങളും മറ്റു കാര്യങ്ങളും വന്ന് ഭവിക്കും. അതിന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കുങ്കുമാർച്ചന, തെറ്റിപ്പൂവിൽ അർച്ചന ഇവയൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. കാർത്തിക നക്ഷത്രക്കാർക്ക് മംഗല്യയോഗം തുടക്കത്തിൽ പ്രശ്നമാണ്. നമ്മൾ അതിൽ ഒരുപാട് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല.
ഒരു 3-4 മാസം കഴിയുമ്പോൾ നല്ല നല്ല ബന്ധങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനു മുമ്പേ സ്വയംവരാർച്ചനയോ അല്ലെങ്കിൽ മക്കൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും ഈ 2025 വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാനും, കല്യാണം കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ ആ ഭാര്യയുടെ പ്രാർത്ഥന കൊണ്ട് ഭർത്താവിന് നല്ല ഒരു ഗതി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിലും കരിക്കകം ഭഗവതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതൊക്കെ വളരെ ഉത്തമമായിരിക്കും. അല്ലെങ്കിൽ അവിടെ നമ്മൾ അർച്ചന ചെയ്യുന്ന കുങ്കുമപ്രസാദം താലിയിലും നെറ്റിയിലൊക്കെ ഇടുന്നത് വളരെ നല്ലതാണ്. ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാം. ഒന്ന്, അഗ്നിഭയം നമുക്ക് വേണം. ഇപ്പം തീ നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഒരുപാട് പൈസ അല്ലെങ്കിൽ പണം നമ്മുടെ കയ്യിൽ വന്നു ചേരുമ്പോൾ നമ്മൾ അത്യാഗ്രഹിയായി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എന്നെ ഈ ഒരു ധനം മതി എനിക്ക് ജീവിതകാലം മൊത്തം ജീവിക്കാൻ എന്ന് നമ്മളെ എന്ന് നേരം നമുക്ക് അഹങ്കാരം വന്നു ചേരോ ആ നിമിഷം നമ്മുടെ നാശം അവിടെ തുടങ്ങും. അപ്പൊ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. കാര്യം സ്വയം അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ആ നാശത്തിന് നമുക്ക് പരിഹാരമില്ല. അതിന് നമ്മൾ സ്വയം നിയന്ത്രിച്ച് മാത്രമേ പോകുവാൻ സാധിക്കുകയുള്ളൂ. ചില വിളിദോഷങ്ങളും ശത്രുതാപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ കാരണം നിങ്ങളുടെ ഭാഗ്യസ്ഥാനം ഇപ്പോൾ പ്രശ്നത്തിലാണ്. അതിന് നിങ്ങൾക്ക് വിശ്വാസമുള്ള അടുത്തുള്ള നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിച്ച് അതിന് വേണ്ട വിധത്തിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി ആ ദോഷങ്ങൾ നിങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. അത് ഇന്ന ആളെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ആരെയാണോ വിശ്വാസം അവരെ നിങ്ങൾ സമീപിക്കുക. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക. ഇപ്പം ജോലി സംബന്ധമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ഉയർന്ന ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെന്റ് ജോലിയിലൊക്കെ നമ്മളെ സ്ഥിരപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം നല്ല നല്ല കാര്യങ്ങൾ 2025 നടക്കും. അപ്പം ജോലിപരമായിട്ടല്ലേ, നമുക്ക് സർക്കാർ ജോലി എന്നുള്ളത് മാത്രമല്ല, പുറത്തുള്ള പ്രൈവറ്റ് കമ്പനികളിലൊക്കെ കാർത്തിക നക്ഷത്രക്കാർ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ജോലി 2025 നിങ്ങൾക്ക് കിട്ടും. നല്ല ധനം, ഈ പറഞ്ഞതുപോലെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഉത്തമമാണ്. സ്വയം അഹങ്കരിക്കാതിരിക്കുക. ഇപ്പൊ പൊതുവെ 2025 കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ലൊരു വർഷമാണ്. ധനപരമായിട്ട് നേട്ടം ഉണ്ടാവും. നല്ല കുടുംബ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തി ആനന്ദകരമാക്കാൻ പറ്റുന്ന ഒരു വർഷമാണ്. നമ്മൾ ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മൂലം നമ്മൾ ടെൻഷൻ അടിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബപരമായിട്ടും അല്ലെങ്കിൽ ബന്ധുജനാദികൾ കൊണ്ടും നമുക്ക് ശത്രുതാപരമായിട്ടുള്ള ദോഷങ്ങൾ വന്നു ചേരാം. നമ്മുടെ അഹങ്കാരം മൂലം നമ്മുടെ സ്വത്തുവകകൾ നശിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ ദൃഢതയും നല്ല ജോലിയും നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ ആ ഭഗവതി ക്ഷേത്രങ്ങളിൽ ചെന്ന് കുങ്കുമാർച്ചനയും രക്തപുഷ്പാഞ്ജലിയൊക്കെ ചെയ്തിട്ട് ആ കുങ്കുമം താലിയിലും നെറ്റിയിലേക്ക് ഇടുന്നത് ഭർത്താവിന് വളരെയധികം ഗുണകരമാകുന്ന ഒരു വർഷമായിരിക്കും 2025. പൊതുവെ 2025 കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ലൊരു വർഷമാണ്. സ്വയം നിങ്ങൾ നശിക്കാതിരിക്കുക, നിങ്ങളായിട്ട് നിങ്ങൾക്ക് നാശങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.